വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. ഇതിലേക്ക് വേണ്ടി ആദ്യം നമുക്ക് ഒരു ബൗളെടുത്ത് 250 കപ്പിൻ്റെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, ആട്ടപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ചപ്പാത്തിയുടെ പാകത്തിന് കുഴച്ചെടുക്കണം. ഞാൻ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ ഭാഗത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. നമുക്കിനി അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഫില്ലിങ്ങിന് വേണ്ടി 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, തോടെല്ലാം കളഞ്ഞ്. നമുക്കിനി ഇത് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ചെറിയ പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്. നമുക്കിനി സ്റ്റൗ എത്തിച്ചത് ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റൗ എത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുക്. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ലൈറ്റായിട്ട് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവ് ആയതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഫില്ലിങ്ങൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം.
ഞാൻ 2 ചപ്പാത്തിയായിട്ട് പരത്തിയിട്ടാണ് ഫില്ലിങ് നിറയ്ക്കുന്നത് കേട്ടോ. പല രീതിയിലും ചെയ്യാം. ത്രികോണ സൈസിൽ ചെയ്തിട്ട് ഫില്ലിങ് നിറച്ച് അങ്ങനെയും പരത്തിയെടുക്കാം. ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി പരത്തിയെടുക്കാം. തീരെ നൈസായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടി വേണം. അപ്പോൾ ഞാൻ ഇതേ വലിപ്പത്തിന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര കട്ടിക്ക്. ഇനി അടുത്തത് ഇതേപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ 2 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മീതെ ഇത് വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ലൈറ്റായിട്ടേ പരത്താൻ പാടുള്ളൂ. ഇപ്പോൾ സ്റ്റവ് കത്തിച്ച് ഒരു ദോശക്കല്ല് ചപ്പാത്തി കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കാം. ഞാൻ എണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത്. വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. നല്ല പൊള്ളി വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മതിയാവും. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടെ ചുട്ടെടുത്തിട്ട് വരാം.